മലയാളികളൊക്കെ നമ്മുടെ ഈ ഒരു സൈഡ് തന്നെ ഒരുപാടധികം നമ്മുടെ പുറത്തുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം കൊച്ചുവേളി അല്ലെങ്കിൽ തിരുവനന്തപുരം സൗത്ത് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഒരുപാടധികം തന്നെ ബീച്ചൊക്കെ ഉണ്ടല്ലോ. അതായത് തിരുവനന്തപുരത്ത് തന്നെ കോളമുണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടെ പോവുകയാണെങ്കിൽ ശംഖുമുഖം ബീച്ചുണ്ട്. ഞാൻ ഇതുവരെ വർക്കല ബീച്ചിൽ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വർക്കലയാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പുലർച്ചെയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു സൺറൈസും കൂടെ നമുക്ക് എന്തായാലും നല്ല പ്രതീക്ഷിച്ചാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ തന്നെ എൻ്റെ സുഹൃത്തായ റാഷിദും ഉണ്ട്. അപ്പോൾ ഞാൻ അവനും കൂടെയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഐ ലവ് കൊച്ചുവേളി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു രീതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊച്ചുവേളി എന്നുള്ള പേര് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇപ്പോൾ ആൾക്കാരുണ്ട്. നമ്മളിനിയിപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ടിക്കറ്റ് എന്തായിരുന്നാലും 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടി വരുന്നത്. പറഞ്ഞത് തെറ്റിപ്പോയി. നമ്മളിപ്പോൾ വന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാനായിട്ട് പോകുന്നത് 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്, അതായത് ഏറ്റവും ലാസ്റ്റ്. അതായത് നമ്മൾ ഇവിടെ നിന്നിപ്പോൾ നമ്മൾ ശംഖുമുഖം വഴി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം തന്നെ ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോരഖ്പൂർ കൊച്ചുവേളി എന്ന് പോകുന്ന ആ രീതിയിലുള്ള ട്രെയിൻ. ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ എല്ലാ കോച്ചും തന്നെ കഴുകുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഇവിടെയാണ്. ട്രെയിൻ നമ്പർ 167 29 മധുരയിൽ നിന്നും കുലൂർ എക്സ്പ്രസ് 6:29 മധുരയിൽ നിന്നും. പ്ലാറ്റ്ഫോം 6 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഒരു ടിക്കറ്റിന് ഇപ്പോൾ ആയതെന്ന് പറയുന്നത് ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ ആയത്. നമുക്ക് വന്ന പ്ലാറ്റ്ഫോം 1 കേട്ടോ, അവിടെയാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യും. പിന്നെ ലിഫ്റ്റ് ഉണ്ട്, എല്ലാ സൗകര്യവും തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബ്രോൻ്റെ വഴി പോയി നമ്മളിനി പ്ലാറ്റ്ഫോം 1 ലക്ഷ്യമാക്കിയാണ് കേട്ടോ പോകുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് നമുക്ക് അവിടെ പോകാനായത് 30 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടാവുന്നതാണോ അതോ ഇനിയിപ്പോൾ വരുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. ഇപ്പോൾ പോയത് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ ഡൽഹി വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം കൊച്ചുവേളി എന്നുള്ള ആ ഒരു പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ട്രിവാൻഡ്രം നോർത്ത് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. എല്ലാ ബോർഡും തന്നെ ഇപ്പം ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ വരുന്നത് അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ നമ്മുടെ ട്രെയിൻ വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് തിരുവനന്തപുരം നോർത്തോട്ടിലോട്ട് മാറാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവരെന്തായിരുന്നാലും ഓർഗനൈസ് ചെയ്ത് തന്നെ ഈ ഒരു സ്റ്റേഷനൊന്ന് സെറ്റാക്കുകയും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ പേര് ഇപ്പോൾ നിലവിലെ കോഡെന്ന് പറയുന്നത് KCVL എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആ ഒരു കോഡ് ഇപ്പം നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും കമൻ്റ് ആയിട്ട് പറയാവുന്നതാണ്. നമ്മുടെ ട്രെയിൻ ഇതുവരെ എത്തിയില്ല, നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ളൊരു കോടമഞ്ഞ് ഇവിടെ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട് കേട്ടോ. അത് രാവിലത്തേൻ്റെ ആ ഒരു ടൈപ്പാണ് കേട്ടോ. ആ ഒരു ട്രെയിൻ നല്ല ഫാസ്റ്റ് വരുന്നുണ്ട്. ഏത് എക്സ്പ്രസ് ആണോ? മംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ്. ഒരുപാട് സമയമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് തിരക്കുന്നു നമ്മുടെ ട്രെയിൻ ഏതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പർ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഏകദേശം ഐഡിയ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഏകദേശം മനസ്സിലായി. ഇനി അടുത്ത് വരുന്ന ഏതെങ്കിലും ട്രെയിൻ ആയിരിക്കും നമ്മളെ എന്നുള്ളത്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മളും ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ആദ്യത്തെ ഒരു തുടക്കം അല്ലേ. ഇനി വരും. റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം കലിപ്പ് കേട്ടാ. സംഭവം എന്തിനാണെന്നറിയാം, ഇവിടെ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം.
അവർ പറയുന്നത് 318 സ്റ്റെപ്പും കയറി ഞാൻ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് ഇനി ഞാൻ തിരിച്ചു വന്ന് അത് ടിക്കറ്റ് TTRന് കൊടുത്ത് അതിനേക്കാളും ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. അവിടെ അടി. അത് പറഞ്ഞ് അവിടെ ഭയങ്കര അടി കേട്ടോ. അവർക്ക് ആരെയും പേടിയില്ല, പോലീസെ പേടിയില്ല, TTRെ പേടിയില്ല, മജിസ്ട്രേറ്റിന് വരെ ഞാൻ പോകുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പോയ ട്രെയിൻ എന്ന് പറയുന്നത് തിരുപ്പതി സെക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ലോങ് ഓടുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാണെന്ന് തോന്നുന്നു. എല്ലാവരും കയറുന്നു. അതുകൊണ്ട് നമ്മളെ കയറണല്ലേ. പുനലൂര് ഫുള്ളാടാ എല്ലാം. നമുക്ക് കയറാം. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയേ. നമ്മുടെ ട്രെയിൻ എങ്ങനെ എടുത്ത് മുറുകുംപുഴ എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. വണ്ടിയിൽ നിന്ന് വരുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് കേട്ടോ നമുക്ക് ശിവഗിരി വർക്കല ഡിസ്റ്റൻസ് വരുന്നത്. അത് നമ്മൾ കവർ ചെയ്യുന്നത് ഏകദേശം തന്നെ 40 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിന് ഡിലേ ഉണ്ട്. നോക്കാം എത്ര മിനിറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പം ചിറയൻകീഴ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ചിറയൻകീഴ് ഏകദേശം സമയം എന്ന് പറയുന്നത് 7:45 ചിറയൻകീഴ് എത്തിയത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ കടക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അടുത്തതാണ് നമുക്ക് വർക്കല ശിവഗിരി വരുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം തന്നെ സൂര്യനൊക്കെ വന്ന് ബോർഡ് കണ്ടോ, ബോർഡൊക്കെ ഇല്ലാതായ അവസ്ഥയാണ്. ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ വർക്കല ശിവഗിരിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 30 മിനിറ്റ് ഡിലേ ആയിട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു യാത്ര. പെട്ടെന്ന് തന്നെ നമ്മൾ വർക്കല ശിവഗിരിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും ലോങ് നടന്നു വന്നേ. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ടുള്ളത് ബീച്ചാണ് കേട്ടോ. ബീച്ച് നമ്മൾ ശംഖുമുഖം പിന്നെ കോളം അല്ലേ നമ്മൾ പോയിട്ടുള്ളത്. എന്തായിരുന്നാലും വർക്കല ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇവൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഏതോ എക്സാമിൻ്റെ ഇതിന് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നോക്കാം എത്ര ഇനി നടക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ബസ്സിക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് നടന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ബീച്ചിൽ പോകുന്ന ബസ്സിൽ കയറാനുള്ള തിരക്ക് കേട്ടാ. അപ്പോൾ നമ്മളങ്ങനെ ഒരു ബസ്സിൽ കയറി ബീച്ചിലോട്ട് പോവാണ്. നമുക്ക് ബീച്ച് വരെ പോകാനായിട്ട് ആയത് 20 രൂപയാണ് കേട്ടാ 2 പേർക്ക്. നമ്മൾ ബസ്സിൽ നിന്നിറങ്ങി നേരെ ബീച്ചിലോട്ട് പോവാണ്. ഇവിടെ ക്ഷേത്രത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അവരുടേതായ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഇതൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ ഒരു ക്ഷേത്രങ്ങളൊക്കെ. ഇവിടെ ക്ഷേത്രങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടധികം തന്നെ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വർക്കല എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല, നമുക്ക് നേരെ ഇനിയിപ്പം ബീച്ചിലോട്ട് പോവാം. നമ്മൾ ഗോവയിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ഗോവൻ ടച്ച് ഉണ്ട് കേട്ടോ. പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയാം ഏത്. നമ്മളെന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം. അതാ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് കാണുമ്പോഴേ ഒരു വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു ഫീൽ ആവുന്നുണ്ട്. അത്യാവശ്യം രാവിലെ തന്നെ നല്ല തിരക്ക് കേട്ടാ ഇവിടെ. ഇവിടെ ഇപ്പൊ സമയം
രാവിലെ 8:30 ആവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ആളുണ്ട് കേട്ടോ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതെ, ഇതേപറ്റി അറിയാമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ. നമ്മളെന്തായിരുന്നാലും ഇവിടെ മുഴുവൻ ഇതുപോലത്തെ സ്വാമിമാരാണ്. അതായത് ക്ഷേത്രം അടുത്തുണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കാക്കയ്ക്കുള്ള ഭക്ഷണം അതൊക്കെ എല്ലാം തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. രാവിലെ 8:30 ആവുന്നുള്ളൂ, പക്ഷെ നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇപ്പം നിലവിൽ നിൽക്കുന്ന എല്ലാം മലയാളികളാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറിനേഴ്സൊക്കെ വരുമെന്ന് പറയാണ്. വരുമായിരിക്കും അല്ലേ? ആയിരിക്കും, നോക്കാം. നമ്മൾ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, വേളി നിന്ന് നമ്മൾ എങ്ങനെയാണോ കടലിലോട്ട് പോകുന്ന ആ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. പല ആൾക്കാർക്കും തന്നെ പൊഴി എന്താണെന്ന് മനസ്സിലാവൂല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കായലിൽ നിന്ന് വരുന്നതെന്ന് വെച്ചോ, അതിനെ വെട്ടി ഇതായി വിടുന്ന കണ്ടോ. ഓക്കെ, ഇതാ കടലിലോട്ട് വെള്ളം വിടുന്നത്. നമ്മളെ റാഷിദ് ചാടാൻ പോണു. ഓക്കെ, നീ ചാടണം കണ്ടോ റാഷിദ്, കമാൺ. മര്യാദക്ക് നടന്നു പോടാ. നല്ല തണുത്ത വെള്ളം. അപ്പോൾ ഇതാണ് കേട്ടോ പൊഴി. നമ്മളിനിയിപ്പോൾ നേരെ പോകുന്നത് ഇവിടേക്കാണോ, അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അവിടെയാണ് ക്ലിഫ് ഹൗസ് വരുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. നല്ല രീതിയിൽ നടക്കണം. നമ്മൾ ആ ഒരു സൈഡ് നല്ല റഷുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. കടൽ ഏകദേശമൊക്കെ സെറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീച്ച് ആ ഒരു രീതിയിൽ തന്നെ അവിടെയൊക്കെ ഫുള്ള് പൂജാകർമ്മങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡ് നടക്കുന്നത്. പിന്നെ ഇവിടെ പിള്ളേരൊക്കെ വെള്ളത്തിൽ ചില്ല് ചെയ്യുന്നു. ഫോറിനേഴ്സ് ഇപ്പോൾ അധികം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്നിട്ട് ഒരുപാട് തമിഴായിട്ടുള്ള ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു സൈഡ് മൊത്തം കാട് പോലെ നമുക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ചെറിയ രീതിയിലാണ് കേട്ടോ കടലടിക്കുന്നത്. അപ്പോൾ ആ ഒരു രൂപമാകുമ്പോൾ സെറ്റാണ്. പിടിയാടാ ചാടി, കമാൺ. മലയാളികളൊക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മുടെ ഇവിടെ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഫുൾ നോർത്ത് സൈഡും കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ യൂറോപ്പ് സൈഡിൽ നിന്നൊക്കെ തന്നെ ഉണ്ട്. തമിഴായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു. അങ്ങനെ കുറച്ച് പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പം നമുക്ക് ക്ലിഫ് ഹൗസ് മുകളിലോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. ബീച്ചിൽ കുറച്ചധികം ടൈം തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വഴി കൂടെ ക്ലിഫ് ഹൗസ് നമുക്ക് അവിടെ നിന്ന് വ്യൂ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ കയറി പോവുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതായത് ചെറിയ രീതിയിൽ തന്നെ കൊത്തി പടി പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. റാഷിദ് പോകുന്നത് നമുക്ക് താഴെ ബീച്ച് കാണാൻ പറ്റും. ഇനി ഒരുപാട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ മുകളിലോട്ട് ജസ്റ്റ് പോട്ടെ. നല്ല കുത്തനുള്ള കയറ്റമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വെയിലും കൂടെ ആയപ്പോൾ എല്ലാം കൂടെ ഉഷാറായി. ആദ്യം പോയി രാവിലത്തെ ഭക്ഷണം കഴിക്കണം. നമ്മളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. കണ്ടുകണ്ടവനെ പോകുന്നു. നമ്മുടെ ഈ ഒരു വർക്കല ബീച്ചിന് മിനി ഗോവ എന്നൊരു വിളിപ്പേരുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ വൈകുന്നേരങ്ങളിൽ സമയങ്ങളിൽ ഇവിടെ നല്ല രീതിയിൽ ഫോറിനേഴ്സും അതുപോലെ തന്നെ നല്ല നൈറ്റ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ കയറിയത് മലയാണോ പടിയാണോ എന്ന് അറിഞ്ഞൂടാ. നല്ല ഗതപ്പുണ്ട്. നമ്മുടെ ഈ ഒരു സൈഡ് തന്നെ ഒരുപാടധികം തന്നെ ഇതുപോലത്തെ കഫേയും അതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാടധികം തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടാറ്റു ഷോപ്പ് ഒരുപാട് നമുക്കിവിടെ കാണാൻ കഴിയും. പലതരത്തിലുള്ള ടാറ്റൂസ്, സുവനിയർ ഷോപ്പ് അങ്ങനെ ഒരുപാടുണ്ട്. കിഡിലനായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ കിഡിലൻ ആംബിയൻസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആയുർവേദ, യോഗ അങ്ങനത്തെ രീതിയിലുള്ള ഇതൊക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്പോട്ടൊക്കെ തന്നെ ഇവിടെ നിലവിലുണ്ട്. ടിബറ്റിൻ്റെ ഫ്ലാഗൊക്കെ ഇട്ട ഒരു കിഡിലൻ ഷോപ്പാണ്. പിന്നെ ഒരുപാട് തന്നെ യോഗ ആശ്രമമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ബീച്ച് റിസോർട്ടൊക്കെ ഒരുപാട് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു സൈഡിലുള്ള മാർക്കറ്റൊക്കെ എന്തായിരുന്നാലും ആക്റ്റീവ് ആവുന്ന വൈകുന്നേര സമയങ്ങളിലെല്ലാം ആക്റ്റീവ് ആവുമെന്നാണ് തോന്നുന്നത്. ഒരുപാടധികം തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മെഡിറ്റേഷനൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്പോട്ടാണ്. നല്ലൊരു വ്യൂ, ബീച്ചിൻ്റെ വ്യൂ നമുക്കിത്
കറക്റ്റ് കിട്ടുന്നത് നമ്മൾ ആ ഒരു ക്ലിഫിൻ്റെ സൈഡ് പോകുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു വ്യൂ മുഴുവനും കിട്ടുന്നത്. നല്ല ഹിൽ വ്യൂ ഒക്കെ ഉള്ള ബീച്ച് റിസോർട്ടാണ്. ഏകദേശം തന്നെ നമ്മൾ നല്ല ടോപ്പിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, രാവിലെയാണ്, 8:30 സമയമാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ ഒരു ബീച്ചിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റഷ് നമുക്ക് ഈ ഒരു രാവിലെ തന്നെ നമ്മുടെ ഈ ഒരു ബീച്ചിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് നടന്നു വന്ന് ഏകദേശം തന്നെ 3/4 മണിക്കൂറോളം നടന്നതിന് ശേഷം നമ്മളിതാ ഈ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ എന്തായിരുന്നാലും ആ ഒരു സൈഡ് പോകുന്നില്ല, കാരണം ഉള്ള ബീച്ച് തന്നെ നമ്മൾ കണ്ട് ബീച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. അതുമില്ല, അവിടെ വേറെ കാണാനായിട്ടൊന്നുമില്ല, ഇതേപോലെ തന്നെ ബീച്ചാണ്. നമുക്ക് അവിടെ പോവുകയാണെങ്കിൽ ഏകദേശം 40 മിനിറ്റോളം ഉള്ള ദൂരത്തിൽ നമുക്ക് നടക്കേണ്ടി വരും. നമുക്ക് ഈ ഒരു വഴി തന്നെ നടന്ന് നേരെ റോഡിലോട്ട് പോകാം. ഉള്ളതുകൊണ്ട് നമ്മൾ ഏതെല്ലാം വീടിൻ്റെ ഉള്ളിലൂടെ ഓരോ ലൊക്കേഷൻ താണ്ടി പോവാണ്. നമ്മളങ്ങനെ ആ ബ്ലാക്ക് സാൻഡ് റിസോർട്ടാണ് കേട്ടോ ആ ഒരു റിസോർട്ടിൻ്റെ പേര്. അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമ്മൾ നേരെ ഇനിയിപ്പം മെയിൻ റോഡ് ലക്ഷ്യമാക്കി പോകുന്നതാണ്. തിരുവമ്പാടി എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് തന്നെ, അതുപോലെ തന്നെ എൻ്റെ കൂടെയൊക്കെ പഠിച്ചൊരിത്താണ്, അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. നമ്മുടെ സ്ഥലത്തെ അപേക്ഷിച്ച് തന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായതെന്ന് പറയുന്നത് നാട്ടും പുറത്തുകാർ വളരെ കുറവാണ് കേട്ടോ. നമുക്കിവിടെ റിസോർട്ടായിരുന്നാലും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഈ ഒരു നാട്ടിലുള്ള ആളെ പോലും തന്നെ നമുക്ക് അധികം ഇവിടെ കാണാൻ കഴിയുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വർക്കലയിലെ ഹെലിപ്പാഡ്. ഈ കാണുന്നത് ഇവിടെ വർക്കല ഹെലിപ്പാഡ് വരുന്ന ലൊക്കേഷനാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നിലവിൽ ഒരുപാടധികം തന്നെ കാഴ്ചകളൊക്കെ നമുക്ക് നിലവിൽ കാണാറുണ്ട്. കഴിക്കാൻ നല്ല കിടിലം പത്തിരിയും ഇറച്ചിക്കറിയും. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതേപോലെ വീടിനടുത്തായിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. നമുക്ക് തന്നെ ഒരുപാടധികം തന്നെ കാണാനും അതുപോലെ തന്നെ വന്നൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലനായിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവരെ വീട് അവിടെ ആണെങ്കിൽ അതോടെ ചേർന്ന് തന്നെയാണ് ഈ റിസോർട്ടുള്ളത്. പ്രത്യേകമായിട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്കിവിടെ ഇരുന്ന് എല്ലാം തന്നെ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചില്ലായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. 1112 കേട്ടോ. അപ്പോൾ അതാ നല്ല കിടിലനായിട്ടുള്ള ഒരു റിസോർട്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഹാളാണ് കേട്ടോ നമുക്ക് സെറ്റായിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ തടിപ്പൂര ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ കഴിയും. നല്ലൊരു കിടിലനായിട്ടുള്ളൊരു ഹെറിറ്റേജ് ലുക്കാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ അങ്ങോട്ടും പോകാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ റൂമുണ്ടോ? കണ്ടോ ഈ ഒരു പഴയ രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കൂടി. അപ്പോൾ ഇങ്ങനത്തെ ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. എന്താ കിളിവാതിൽ റീഡിങ് റൂം സെറ്റപ്പാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനിപ്പം കുറച്ച് റിനോവേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു കിടിലൻ സെറ്റപ്പ്. അപ്പം നിങ്ങൾ എന്തായിരുന്നാലും വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. റിസപ്ഷൻ സെറ്റപ്പ് ഈ ഒരു ഭാഗത്തായിട്ട്, പിന്നെ ബാക്കി റീഡിങ് റൂം, അതുപോലെ തന്നെ കിളിവാതിലുള്ള ആ ഒരു റൂം, പിന്നെ നമ്മുടെ ഈ ഒരു റിസോർട്ടിലെ റൂമാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഏകദേശം തന്നെ ഇതേ സെയിമിൽ തന്നെ 6 റൂമാണ് കേട്ടോ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല കിടിലനായിട്ടുള്ള റൂം. ഇതിൽ തന്നെ ഒരു 6 റൂമാണ് കേട്ടോ നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള തന്നെ റൂംസും അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ചോദിച്ച് വരുന്നവർക്ക് പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റേ ആണ് കേട്ടോ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. ഇങ്ങനത്തെ രീതിയിലുള്ള വേണമെങ്കിൽ തന്നെ ഒരു വെറൈറ്റിയാണ് വർക്കല എടവായിലുള്ള ഈ ഒരു റിസോർട്ടാണ്.
റൂമിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ഇതാണ്. നിന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അതേ സെയിമിൽ വേറൊരു മുറിയാണ്. നമുക്കിത് മുഴുവനായിട്ട് തന്നെ നല്ലൊരു കിടിലൻ ആംബിയൻസോട് കൂടിയിട്ട് വരുന്ന ഒരു റൂമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പുറത്ത് തന്നെ നമുക്കിതുപോലെ ഒരു ഓപ്പൺ ഷവറും കൂടെ ഉണ്ട് കേട്ടോ. ബീച്ചിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഓപ്പൺ ഷവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു രൂപത്തിൽ നമുക്ക് കുളിച്ചൊന്ന് സെറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആംബിയൻസോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്റ്റേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അപ്പോ ഇനി അങ്ങോട്ട് പോകണ്ടാവോ? നമ്മളിപ്പം അതൊക്കെ കഴിഞ്ഞ് വേറൊരു ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ദത്തക്കടയെന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പിന്നെ സർഫിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ പഠിപ്പിക്കുന്നതാണോ അതോ അവർ ചെയ്യുന്നതാണോന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം ടൂറിസ്റ്റ് ഒക്കെ വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഉച്ച സമയമാണ്. അവരെന്തായിരുന്നാലും വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ വരുന്നത് കൂടുതൽ ആൾക്കാർ. ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കടൽ ജീവിത മാർഗമായിട്ട് ഒരുപാട് ആൾക്കാർ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ഒരു കണക്കിൽ തന്നെ ജ്യൂസ് കുടിക്കാനും അതുപോലെ തന്നെ കഴിക്കാനും എല്ലാത്തിനും തന്നെ നിർബന്ധിച്ചാണ് കേട്ടോ കഴിപ്പിക്കുന്നത്. വേണ്ടെന്ന് പറഞ്ഞാൽ ഇക്ക വിടുന്നില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാപ്പിൾ ബീച്ചിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ്. അതായത് കായലും കടലും അല്ലേ. കാപ്പിൾ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ വർക്കലയിലെ തന്നെ പ്രകൃതി സുന്ദരമായ ഒരു ബീച്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാപ്പിൾ ബീച്ച് എന്ന് പറയുന്നത്. വർക്കല സിറ്റിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാപ്പിൾ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. സൂര്യാസ്തമയം കൂടെ കാണാൻ പറ്റിയ ഒരു കിടിലനായിട്ടുള്ള ഒരു ബീച്ച് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാപ്പിൾ ബീച്ച്. അപ്പോൾ വന്ന ലൊക്കേഷനാണ് എന്ത് കിടിലെന്ന് പറയാമോ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കായലാണ്, അതുപോലെ തന്നെ ആ സൈഡ് കടലാണ്. അവിടെയാണ് ആ ഒരു മൺഭാഗം കണ്ട അവിടെ അവർ കട്ട് ചെയ്ത് കടലുമായിട്ട് യോജിക്കുമ്പോഴാണ് പൊഴി മുറിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം അവിടെ കുളിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ വാട്ടർ. വെള്ളത്തിൻ്റെ ഉൾഭാഗം മുഴുവനും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ലൊക്കേഷൻ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നല്ല കിടിലനായിട്ടുള്ള സൈറ്റ് കേട്ടോ. സമയം ഉച്ചയാവുന്നതിനനുസരിച്ച് തന്നെ ഇവിടെ ആൾക്കാർ കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കപ്പിൾസിൻ്റെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും കപ്പിൾസാണ്. അവിടെ കപ്പിൾസ്, പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ കപ്പിൾസ്, പിന്നെ ഇവിടെ ബാച്ചിലേഴ്സ് നീന്തി കളിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയാണ്. നല്ല കിടിലനായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഇന്നത്തെ എന്ന് പറയുന്നത്. അതായത് തണുപ്പില്ല ചൂടില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ക്ലൈമറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ കാപ്പിൾ ബീച്ച് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ പകുതി വെച്ച് നടക്കുന്നത്. കാരണം എന്ന് പറയുന്നത് അവിടെ ക്യാമറ ഉണ്ട്, അപ്പോൾ ഹെൽമെറ്റ് ഇല്ല. വണ്ടിയിൽ ആളപ്പുറത്ത് പോയിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ നടന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ എടവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് കേട്ടോ വന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബസ് എടുത്ത് നമ്മൾ നേരെ വർക്കലയിലോട്ടാണ് കേട്ടോ പോകുന്നത്. വർക്കല റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം സ്റ്റേഷൻ പോയിരിക്കും. ഈ സ്റ്റേഷൻ്റെ പേര് ഇടവയിൽ തന്നെ നമുക്ക് കൊച്ചുകളി പോകാനുള്ള ട്രെയിനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കും. ഓക്കെ, ഇടവയിൽ നിന്ന് തന്നെ നമുക്ക് കൊച്ചുവേളിയിലോട്ട് ട്രെയിനുണ്ട്. അപ്പോൾ അത് 12:05 വരുന്നത്. ഇനി എപ്പോൾ എത്തുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ഒരു സൈഡ് വെയിറ്റ് ചെയ്യണേ. കൊച്ചുവേളിയിൽ നിന്ന് പോർബന്ദർ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് ഇത്. നമുക്ക് പോകേണ്ട മെമു വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളങ്ങനെ കൊച്ചുവേളിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വന്ദേ ഭാരതൊക്കെ കിടക്കുന്നു, ഒരുപാട് ട്രെയിൻ കിടക്കുന്നു കേട്ടോ. കറക്റ്റ് ടൈമല്ല, 5 മിനിറ്റ് മുമ്പാണ് എത്തിയത് നമ്മുടെ ട്രെയിൻ. 12:55 കൊച്ചുവേളിയിലെത്തി. നമ്മളിപ്പോൾ പോയ മെമ്മൂന് നമുക്കായ റേറ്റ് എന്ന് പറയുന്നത് 2 പേർക്കും കൂടെ 20 രൂപയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പം കൊച്ചുവേളിയിൽ നിന്ന് പുറത്തോട്ട് പോവാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ റാഷിദിന് വേണ്ടി ഒരു ലൈക്ക്. ഓക്കെ.